ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മൾ ധ്യാനിക്കാൻ പോണ വചനം എസെക്കിയേൽ 37:3. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിനു ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ, സ്തോത്രം. ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീന്ന്. ഹല്ലേലൂയ. അസ്ഥികളോട് ഹല്ലേലൂയ. ആ അസ്ഥികൾ നരമ്പും മാംസവും ത്വക്കും വന്ന് വലിയ സൈന്യമായിട്ട് എഴുന്നേറ്റ് നിന്നു വേദം പറയേണ്ടത്. ദൈവമക്കളെ, നമ്മുടെ കർത്താവിൻ്റെ വചനം ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ. വചനം ജീവിക്കുന്നുണ്ട് ദൈവമക്കളെ. വചനത്തിന് ജീവനുണ്ട്. ഹല്ലേലൂയ. ജീവനുള്ള വചനമാണ് നമ്മുടെ കർത്താവിൻ്റെ വചനം. ഈ ബൈബിളിനെ പോലെ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഒരു ബുക്കുമില്ല. ഈ ഭൂമിയിൽ ജീവനുള്ള ഒരേ ഒരു ബുക്ക് ബൈബിൾ മാത്രമാണ്. കർത്താവ് ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് കുരിശിക്കപ്പെട്ട് അടക്കപ്പെട്ട് മൂന്നാമത്തെ ദിവസം ജീവനോടെ ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ്, യേശു കർത്താവ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ജീവനുള്ള ദൈവമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.